ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ പോവാം. എനിക്ക് ടെൻഷൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച വേറൊരു ദിവസമില്ല. പക്ഷെ ഞാനൊരു 6 മണിയാകുമ്പോൾ എണീറ്റു കുളിച്ച് റെഡിയായി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഫീൽ ചെയ്യേണ്ടത് അറിയില്ല. ഇനി എൻ്റെ ബോർഡ് എക്സാമിന് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്കിപ്പോൾ സത്യമായിട്ടും ഇറ്റ് ജസ്റ്റ് ഫീൽസ് ഭയങ്കര അൺറിയൽ ഫോർ മീ. ഞാൻ ഇന്നലെ ടെൻഷനൊക്കെ ആയിട്ട് കരഞ്ഞു. പക്ഷേ എന്തല്ലേ പ്രയോജനം. ഞാൻ പ്രാക്ടീസിനൊക്കെ പോയപ്പോൾ മര്യാദക്ക് തന്നെ എടുത്തത്. എനിക്ക് അറേഞ്ച് ചെയ്തിലൊന്നും പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും എനിക്ക് കാണിക്കാനില്ലാണ്. പക്ഷേ എങ്കിൽ ഇത് അഥവാ എനിക്ക് ലൈസൻസ് കിട്ടുകയാണെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഹാപ്പി തിങ് ടു ലുക്ക് ബാക്ക് ഇൻ ടു അല്ലേ. അപ്പോൾ ഐ തോട്ട് ഐ ജസ്റ്റ് ഷൂട്ട് ഇറ്റ് ആൻഡ് ഐ വിൽ സീ വെർ ഇറ്റ് ഗോസ്. ഇത് ഞാൻ പാസ്സായാൽ മാത്രമേ പോസ്റ്റുകളായിരിക്കും. പക്ഷേ മേ ബി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പാസ്സായാലും. എന്തൊക്കെയോ എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാണല്ലോ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഒരു 2-3 ദിവസത്തേക്ക് നല്ല വെയിലായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്യാം. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ടെൻഷനുണ്ട്. പക്ഷേ എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ റെഡിയാവാം. മുടി കുറച്ചൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടാന്ന് ചോദിച്ചു. കാരണം ഇറ്റ്സ് ഈസിയർ ടു മെയിൻറ്റെയിൻ ദാറ്റ് വേ. ഞാൻ എൻ്റെ വാം ലൈറ്റ് ഇട്ടിട്ടാണുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉണ്ടോ അറിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തുള്ള കൊത്തുപണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ലൈറ്റ് ഇടും. സോ അതുവരെ എനിക്ക് മനസ്സ് വെറുതെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ കുറച്ച് കാമിങ് ആയിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ട് റെഡിയാവാം. നമുക്ക് പെട്ടെന്ന് റെഡിയാവണം. പക്ഷേ ഐ തിങ്ക് വിൽ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാമായിട്ടുള്ള വീഡിയോ കണ്ടുകൊണ്ട് റെഡിയാവും. കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ മസ്കാര യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഞാൻ ഹൈപ്പർകേളിൻ്റെ മസ്കാര യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഓൾറെഡി ഉള്ള മസ്കാര കഴിഞ്ഞു. ഇതേ സാധനം വാങ്ങിയത്. ഇതിപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഹാഫ് തുറന്നു. ഹാഫിനെ കൊണ്ട് തന്നെ ചെയ്യാതൊന്നും. കാരണം ഇനി ഞാനിത് കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. സോ ലെറ്റ്സ് സീ. പകുതി വഴി കഴിഞ്ഞ് വരികയാണെങ്കിൽ കഴിഞ്ഞ് വരട്ടെ. ഇല്ല, നമ്മളിങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് നഖമൊക്കെ വേദനിക്കാൻ തുടങ്ങി. എന്നാലും പെട്ടെന്ന് റെഡി ആവാം. മസ്കാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇതിൽ കുറച്ചൊരു വ്യത്യാസമൊക്കെ തോന്നുന്നില്ലേ? കുറച്ച് തോന്നിയാൽ മതി, കുറച്ച് മാത്രം തോന്നിയാൽ മതി. എൻ്റെ പഴയ ഹൈപ്പർകേളിൽ കുറച്ച് സ്റ്റിക്കി ആണെങ്കിലും പ്രൊഡക്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഐബ്രോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ മസ്കാര കൊണ്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് തന്നെ നമുക്ക് പഴയ ഹൈപ്പർകേളിനെ കൊണ്ട് ഐബ്രോസ് ചെയ്യാം. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ലുക്സ് ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഓൺലി രാദർ ദാൻ എ ഡ്രൈവിംഗ് ടെസ്റ്റ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാണ്ടേ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് അലൗഡ്. പക്ഷേ നമ്മളിവിടുന്ന് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്.
കണ്ടോ മഴ പെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ ഇത് ചെയ്യണം, ഒന്നും ചെയ്യാനില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ യൂസ് ടു ഫീൽ ദാറ്റ് ലൈഫ് ഈസ് ഭയങ്കര അൺഫെയർ ഫോർ മീ. എനിക്ക് ഒരു ദിവസം ടെസ്റ്റ് ഉണ്ടാകുമ്പോഴേക്കും മഴ പെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കുറേ പേർക്ക് ഇന്ന് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ലൈഫ് ഈസ് നോട്ട് അൺഫെയർ ഫോർ ജസ്റ്റ് മീ. എല്ലാവർക്കും എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു സെൽഫിഷ് മൈൻഡ് സെറ്റ് എടുത്ത് കളഞ്ഞു. നമ്മളൊരു തൊട്ട് ഞാൻ പുതുതായിട്ടൊരു മേക്കപ്പ് ഫിക്സറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു സ്പ്രേ പോലത്തെ സാധനം. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഒരു പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടോ. ആക്ച്വലി ഞാൻ ക്യാമറ ലെൻസിലോട്ട് നോക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നോക്കി ഞാൻ പൊട്ട് തൊട്ടിട്ട് വരാം. ഉണ്ടോ പൊട്ട് തൊട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. എനിക്ക് ഈ മഴയാണ് കുറച്ചൊരു പ്രശ്നം. അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നം ഇപ്പോൾ തോന്നുന്നില്ല. ഒരു സ്പ്രേ മോന്തയ്ക്ക് അടിച്ചതുപോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കരയും കേട്ടോ. അപ്പം കരയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകരുത്. അതാണ് നമ്മളുടെ മെയിൻ എയിം. എനിക്ക് അറിയില്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ മഴയുടെ സൗണ്ട് വെച്ചിട്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയോ. ഫീൽ ഭയങ്കര മുടി ഞാൻ കെട്ടിവെക്കും. എല്ലാം കുറച്ച് കഴിയുമ്പോൾ മുടി കാരണം ഞാൻ ഡിസ്ട്രാക്റ്റായി പൊട്ടിക്കഴിഞ്ഞ് എനിക്ക് വയ്യ. ഞാൻ മുടി അങ്ങ് വെറുക്കും. സോ Guys, I'm back from the test. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ I did get the 8 path, പക്ഷേ I didn't get the road test. So I went for the road test as well as for car. അതായത് എനിക്ക് ഞാൻ കാർ അന്നേരം എടുത്തിട്ടേ ഇല്ല. ഞാൻ ബൈക്കാണെങ്കിൽ എനിക്ക് 8 കിട്ടി. പിന്നെ ഞാൻ റോഡ് ടെസ്റ്റിനും പോയി. പിന്നെ ഇപ്രാവശ്യമാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാർ എടുക്കുന്നത്. പക്ഷേ എനിക്ക് കാറ് എച്ചും കിട്ടി, റോഡും കിട്ടി. സോ വി ആർ നൗ എ കാർ ഡ്രൈവർ. വി ഡിഡ് ഗെറ്റ് ദ ലൈസൻസ് ഫോർ ഇറ്റ്. ഞാൻ വേറെ വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല, കാരണം വി വർ നോട്ട് അലൗഡ് ടു ഷൂട്ട് ഇൻ ദ ഡ്രൈവിംഗ് ഗ്രൗണ്ട് premises. So but the thing is we did get the license. So yeah, we are officially a driver now. We can drive legally. So that's the thing, and I'm just so happy, and I just feel very അറിയത്തില്ല guys എന്താ പറയണ്ടേന്ന്. It just feels ഭയങ്കര, it's a happy moment for me, but then I feel like it will take time to settle in. So yeah, I just wanted to update you guys about it. So thank you for joining, thank you for coming along. I don't know, I'm so tired now, I'm gonna sleep. Bye.